ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനുമായി വീണ്ടും സമാധാനം സംസാരിക്കുകയാണ് അമേരിക്ക. 24 മണിക്കൂറിനുള്ളിൽ ഒരു കരാർ ഉണ്ടാകും എന്നൊക്കെയാണ് ട്രംപ് ഇപ്പോഴും പറയുന്നത്. യുദ്ധം തുടങ്ങിയതു മുതൽ ഈ സമാധാന ചർച്ചകൾ എന്നാൽ അവിടെ പാകിസ്ഥാനും ഒരു റോളുണ്ടായിരുന്നു. ട്രംപ് ആവശ്യപ്പെട്ടിട്ടാണ് പാകിസ്ഥാൻ ഈ ദൗത്യവുമായി വന്നത് എന്ന് റിപ്പോർട്ടുകളും വന്നതാണ്. ഏറ്റവും ഒടുവിൽ ഇറാനുമായി സമാധാനത്തിന് ശ്രമിക്കുമ്പോൾ ട്രംപ് പാകിസ്ഥാൻ്റെ പേര് ഒഴിവാക്കി നന്ദി പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ പാകിസ്ഥാൻ ചർച്ചകളുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് ഇറാൻ പറയുന്നുമുണ്ട്. ട്രംപ് സമാധാന ശ്രമങ്ങളിൽ നിന്ന് പാകിസ്ഥാനെ ഒഴിവാക്കുകയാണോ? മറ്റൊരു കാര്യം, അമേരിക്കയുമായി ചർച്ചകൾ ഒന്നും നടക്കുന്നില്ല എന്നും ഒമാനുമായി മാത്രമാണ് ആശയവിനിമയം എന്നുമുള്ള ഇറാൻ്റെ നിലപാട് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ട്രംപ് ഒന്നുകിൽ കരാർ അല്ലെങ്കിൽ പൂർണ്ണമായ കീഴടങ്ങൽ എന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരുപാട് ഭീഷണികളും മുന്നറിയിപ്പുകളും ഇതിനിടയിൽ തന്നെ പല മാസങ്ങളിലായി പല ദിവസങ്ങളിലായി നമ്മൾ കണ്ടിട്ടുണ്ട്. ട്രംപിൻ്റെ വാക്കുകൾ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ട്രംപ് ഭീഷണി മുഴക്കുമ്പോൾ സമാധാന ശ്രമങ്ങൾക്ക് എന്താണ് പ്രസക്തി? വളരെ രസകരമായൊരു സാഹചര്യമാണ്. ഒരു വശത്ത് അമേരിക്ക ഇറാനുമായി സംസാരിക്കുന്നുണ്ട് എന്നാണ് അമേരിക്കൻ ക്ലെയിം. അതുമാത്രമല്ല, ഒരു അന്ത്യശാസനം എന്ന് പറഞ്ഞാൽ അന്ത്യമായി കൊടുക്കുന്ന ശാസനം എന്നല്ല, പല ആവർത്തി കൊടുക്കുന്ന ശാസനത്തെ അമേരിക്ക വിളിക്കുന്ന പേരാണ് അന്ത്യശാസനം. അത് ഒരു പുതുമയൊന്നുമല്ല, പല ആവർത്തി കൊടുത്തതാണ്. ഒന്നുകിൽ നിങ്ങൾ ഡീൽ സൈൻ ചെയ്യുക, അല്ലെങ്കിൽ കീഴടങ്ങാൻ തയ്യാറാവുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഇറാന് വേണമെങ്കിൽ അമേരിക്ക ആഗ്രഹിക്കുന്ന രീതിയിൽ കരാർ ഒപ്പിട്ടുകൊണ്ട് കീഴടങ്ങാം, അതായത് സമാധാനമായി നിൽക്കാമെന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ആത്മാഭിമാനം അടിയറ വെച്ചുകൊണ്ട് അമേരിക്കൻ ടേംസ് എല്ലാം അംഗീകരിച്ചുകൊണ്ട് പഞ്ചപുച്ഛമടക്കി മറ്റ് രാജ്യങ്ങൾ, ഗൾഫ് മേഖലയിലെ മറ്റ് രാജ്യങ്ങൾ നിൽക്കുന്നത് പോലെ നിൽക്കാം. അതാണ് ഒരു ഓപ്ഷൻ. അല്ല എങ്കിൽ സൈനികമായി നിങ്ങൾക്ക് ആയുധം വെച്ച് കീഴടങ്ങാം ഞങ്ങൾ, എന്നിട്ട് പുതിയൊരു ഗവൺമെൻറ്റിനെ അവിടെ സ്ഥാപിക്കും. ഇത് രണ്ടുമാണ് അമേരിക്കയുടെ മുൻപിലുള്ള നിർദ്ദേശങ്ങൾ, അമേരിക്ക ഇറാന് മുന്നിൽ വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ രണ്ട് നിർദ്ദേശങ്ങളിൽ ഏതെങ്കിലും ഒരു നിർദ്ദേശം പാലിച്ചുകൊണ്ടൊരു കരാറാകാൻ സാധിക്കുമോ? ഏതെങ്കിലും ആത്മാഭിമാനമുള്ള രാജ്യം ഈ വ്യവസ്ഥകൾ രണ്ടും കീഴടങ്ങൽ തന്നെയാണ്. പക്ഷെ ഇറാൻ പറയുന്നത് അങ്ങനെയല്ല. തങ്ങൾ സംസാരിക്കുന്നു, അമേരിക്കയോട് തങ്ങൾക്ക് സംസാരിക്കാൻ യാതൊന്നുമില്ല. തങ്ങളുടെ പ്രദേശമാണ്, തങ്ങളുടെ സ്വാധീന മേഖലയാണ് ഹോർമൂസ്. അത് തങ്ങൾ തിരിച്ചറിയുന്നു, അതിൻ്റെ മൂല്യം തങ്ങൾ തിരിച്ചറിയുന്നു. വളരെ വൈകിയാണ് എങ്കിലും അതിൻ്റെ മൂല്യം തിരിച്ചറിയുന്നു. അതുമാത്രമല്ല, നിങ്ങളെയൊക്കെ മറ്റ് രാജ്യങ്ങളുടെ ബാഹ്യശക്തികളുടെ ആ പ്രദേശത്തെ കടന്നുകയറ്റം തടയണമെങ്കിൽ തങ്ങളുടെ നാവിക സാന്നിധ്യം, തങ്ങളുടെ നിയന്ത്രണം ഹോർമൂസിൽ ആവശ്യമാണ്. അതുകൊണ്ട് ഹോർമൂസിൻ്റെ ഈക്വൽ സ്റ്റേക്ക് ഹോൾഡറായ ദക്ഷിണ പങ്കാളിയായ ഒമാനോട് തങ്ങൾ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു, ദീർഘകാലമായി സംസാരിക്കുന്നു. ഇപ്പോൾ അത് ഒരു പ്രത്യേക ഘട്ടം വന്നിരിക്കുന്നു. അമേരിക്കയും ഇറാൻ തമ്മിലല്ല, പാകിസ്ഥാൻ മധ്യസ്ഥതയിലുമല്ല, നേരിട്ട് ഒമാൻ ആൻഡ് ഇറാൻ സംസാരിക്കുന്നു. എന്താണ് സംസാരിക്കുന്നത്? ഹോർമൂസിലൂടെയുള്ള ചരക്ക് ഗതാഗതം, ഓയിൽ ടാങ്കേഴ്സിൻ്റെ നീക്കം, മറ്റ് കപ്പലുകൾ, പൊതുവെയുള്ള നാവിഗേഷൻ എങ്ങനെയാവണം, ആർക്കായിരിക്കണം സ്വാധീനം, ആർക്കായിരിക്കണം നിയന്ത്രണം, ഏതെങ്കിലും രീതിയിൽ ടോൾ പിരിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ സംരക്ഷണത്തിനൊരു ഫീസ്, ടോൾ എന്ന രൂപം പറ്റില്ല, കാരണം അത് നാച്ചുറൽ കടലെടുക്കാണ്. മനുഷ്യനിർമ്മിതമായ ഒരു കനാലാണെങ്കിൽ മാത്രമേ ടോൾ പിരിക്കാനാവൂ. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, ഇതേ പങ്ക്തിയിൽ സൂചിപ്പിച്ചതാണ്. എങ്ങനെയാണ് ഈജിപ്തിന് സൂയസ് കനാലിലൂടെയും പാനമ കനാലിലൂടെയും സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് ചുങ്കം അല്ലെങ്കിൽ ടോൾ പിരിക്കാൻ സാധിക്കുക? കാരണം അവർ നിർമ്മിച്ചതാണ്. പക്ഷേ ഇത് സ്വാഭാവികമായി ഉണ്ടായ ഒരു കടലെടുക്കാണ്. അപ്പോൾ അവിടെ ടോൾ പിരിക്കാനാവില്ല. പക്ഷേ ആ പ്രദേശത്ത് സുഗമമായ കപ്പൽ ഗതാഗതം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി സുരക്ഷാ കാര്യങ്ങളുടെ മേൽനോട്ടം അതിൽ ചിലവുള്ള കാര്യമാണ്. നാവികസേന ഒരുപക്ഷെ അകമ്പടി പോകേണ്ടി വന്നേക്കാം, ഗൺബോട്ടുകൾ ഒരുപക്ഷെ ചുറ്റുപാടും വിന്യസിക്കേണ്ടി വന്നേക്കാം, മൈനുകൾ നീക്കം ചെയ്യേണ്ടി വന്നേക്കാം. അതുമാത്രമല്ല, മറ്റേതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദം എവിടെ നിന്നെങ്കിലും ഉണ്ടായാൽ അത് ഉറപ്പാക്കേണ്ടി വന്നേക്കാം. സുഗമമായ ട്രാൻസിറ്റ്, ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പലോട്ടം സാധ്യമാകണമെങ്കിൽ ആ പ്രദേശത്തെ 3 രാജ്യങ്ങൾ, UAE-യും ഒമാനും ഇറാനും ചേർന്നുകൊണ്ട് ചെയ്യാം.
UAE-യുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല ഇപ്പോൾ ഇറാൻ. അതുകൊണ്ട് UAE-യുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്ന ഒരു നിലയിലല്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഒമാനുമായി, GCC രാജ്യമായ ഒമാനുമായി, നേരത്തെ മധ്യസ്ഥത വഹിച്ചിരുന്ന രാജ്യം കൂടിയായ ഒമാനുമായി ഇപ്പോൾ സംസാരിക്കുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഫോർമുല, പല ഫോർമുലകളുണ്ട്, ഇത് അംഗീകരിച്ചിട്ടില്ല. ട്രംപ് പറയുന്നു ഏത് നിമിഷവും അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഡീലുണ്ടാവും എന്നാണ് പറയുന്നത്. അത് അമേരിക്ക ഇൻവോൾവ് ആകാത്തൊരു കാര്യത്തിൽ എന്ത് ഡീലാണ് അമേരിക്കയ്ക്ക് പറയാനാവുക? ഡീലായാൽ ആയി എന്ന് പറയാം. ഒമാനും ഇറാനും തമ്മിൽ മാത്രമാണിത്. ഹോർമൂസ് വരെ എത്തുന്ന കപ്പലുകൾക്ക് ഹോർമൂസ് അടുക്കുമ്പോൾ ഇറാൻ സംരക്ഷണം നൽകും. അതുപോലെ ഹോർമൂസ് കടന്നു പോകുമ്പോൾ അതേ കപ്പലുകൾക്ക് ഒമാൻ സുരക്ഷ നൽകും. അതുകൊണ്ട് ഇൻകമ്മിങ് ഷിപ്സിന് ഇറാനും ഔട്ട് ഗോയിങ് ഷിപ്സിന് ഒമാനും, തിരിച്ചും സംഭവിക്കാം. കടലിടുക്കിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒമാൻ ഭാഗത്തുകൂടി പ്രവേശിക്കുമ്പോൾ ഒമാനും, ഇറാൻ ഭാഗത്തേക്ക് വരുമ്പോൾ ഇറാനും. അല്ലെങ്കിൽ പപ്പാതി വീതം സുരക്ഷാ ചുമതല ഏറ്റെടുത്തുകൊണ്ട് 2 നാവിക സേനകളും തീർച്ചയായും ഏകോപനത്തോടെ പ്രവർത്തിക്കാം എന്ന ഒരു ഏകദേശ ധാരണയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അത് സ്ഥിരീകരിച്ചിട്ടില്ല, അത് പ്രഖ്യാപിച്ചിട്ടില്ല. ഏത് നിമിഷവും പ്രഖ്യാപിച്ചേക്കാം. അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. അതാണ് കരാർ. അല്ലാതെ യഥാർത്ഥത്തിൽ പാകിസ്ഥാന് ഇവിടെ ഒരു കാര്യവുമില്ല. പാകിസ്ഥാൻ ഇപ്പോൾ വലിയ ആഭ്യന്തര സംഘർഷത്തിലാണ്. മറ്റൊരു വീഡിയോയിലൂടെ ഞാനത് വ്യക്തമാക്കിയതുമാണ്. പാകിസ്ഥാൻ വളരെ വലിയ ആഭ്യന്തര സംഘർഷത്തിലൂടെ പോകുന്നു. ജിൽജിത് ബാൾട്ടിസ്ഥാനിലും അതുപോലെ ഈ ആസാദ് കാശ്മീരിലും ബലൂചിസ്ഥാനിലും ഖൈബർ പഖ്തൂൺഖയിലും എല്ലാം തന്നെ വൻപൻ പ്രക്ഷോഭങ്ങളാണ് പാകിസ്ഥാൻ്റെ നേതൃത്വത്തിനെതിരെ. അതുകൊണ്ട് പാകിസ്ഥാൻ സൈന്യം ഒരുപക്ഷെ ഏതെങ്കിലും കാരണവശാൽ പാകിസ്ഥാൻ ഭരണം തന്നെ ഏറ്റെടുക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല ഈ ഘട്ടത്തിൽ. ആ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ്റെ ഇൻവോൾവ്മെൻറ്റ് നയതന്ത്ര തലത്തിൽ എത്രത്തോളം വിജയമാവും. അമേരിക്ക ഇപ്പോൾ പാകിസ്ഥാനോട് കാര്യമായി സംസാരിക്കുന്നതേ ഇല്ല എന്നാണ്. ഇപ്പം ഇലയിട്ടിട്ട് പാകിസ്ഥാൻ മാമം ഉണ്ണാൻ വന്നതാണ്. ഇലയിട്ടു, അമേരിക്ക ഇലയിട്ടു, ഞങ്ങൾ കൂടി വന്ന് എല്ലാം ഒരുക്കിത്തരാം, ഞങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നം നിങ്ങൾ ഇടനില നിന്ന് വേണം പരിഹരിക്കാൻ. അപ്പോൾ പാകിസ്ഥാൻ വല്ലാതെ അങ്ങ് കിളന്നു. ഇപ്പോൾ പാകിസ്ഥാനെ കാര്യമായി മൈൻഡ് ചെയ്യുന്നില്ല. അറബ് രാജ്യങ്ങളെല്ലാം കൂടി പറയുകയാണ്, അല്ലെങ്കിൽ GCCയിലെ രാജ്യങ്ങളെല്ലാം പറയുകയാണ്, ഞങ്ങൾ നോക്കിക്കൊള്ളാം. അമേരിക്കയോട് പറയുന്നുണ്ട്, ഞങ്ങൾ നോക്കിക്കൊള്ളാം ഞങ്ങളുടെ കാര്യങ്ങൾ. പാകിസ്ഥാനും അവിടെ ഒരു അധികപ്പറ്റാണ്. പാകിസ്ഥാൻ അറബ് രാജ്യമല്ല, GCC മേഖലയിലെ രാജ്യമല്ല, അതിന് തൊട്ട് പുറത്ത് കിടക്കുന്ന രാജ്യമാണ്. പക്ഷേ തുർക്കിയോടും പാകിസ്ഥാനോടും ഈജിപ്തിനോടും എല്ലാം തന്നെ ആ മേഖലയിലെ രാജ്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്ന് ശരിയാണ്. ഇറാനും പാകിസ്ഥാനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്, അത് ശരിയാണ്, തെറ്റൊന്നുമല്ല. ഇറാനും പാകിസ്ഥാനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്ലാമാബാദിലെത്തി ഒരു ഗ്രൗണ്ട് ഒരുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതൊക്കെ ഉണ്ട്. പക്ഷേ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അറിയില്ല. അമേരിക്കയുമായി നേരിട്ട് സംസാരിക്കാൻ ഉള്ള സാഹചര്യം ഒരുങ്ങിയിട്ടില്ല. ഇപ്പോൾ ആണവ വിഷയമൊന്നും സംസാരത്തിൽ തന്നെ ഇല്ല. ഇമ്മീഡിയറ്റ് കൺസേൺ ഈസ് ദി ഓപ്പണിംഗ് ഓഫ് ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് ആൻഡ് മേക്ക് നാവിഗേഷൻ സ്മൂത്തർ ഇൻ ബാബൽ മന്ദേബ്. ഹോർമൂസ് തുറക്കുക, ബാബൽ മന്ദേബിൽ ഹൂതികളുടെ നിയന്ത്രണം അല്ലെങ്കിൽ ഹൂതികൾ ഈ സാഹസം കാട്ടുന്നത് ഇറാനെ പ്രീണിപ്പിച്ച് ഒഴിവാക്കുക. ഇത് മാത്രമാണ് ഇപ്പോൾ സംസാരം. അതുകൊണ്ടാണ് പറയുന്നത്, ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതി ഉണ്ടാവണം എങ്കിൽ അമേരിക്ക ഇതുപോലെ നേരത്തെ കേട്ടതുപോലെ ഒന്നുകിൽ കീഴടങ്ങുക ആയുധം വെച്ച്, അല്ല എങ്കിൽ ഞങ്ങൾ പറയുന്നതിൽ ഒപ്പിടുക. ഇങ്ങനെയുള്ള വാഗ്വിലാസം കൊണ്ട് 1 ഇഞ്ച് പോലും സമാധാന ചർച്ചകൾ മുന്നോട്ട് പോവില്ല എന്നുകൂടി മനസ്സിലാക്കണം. ഏതെല്ലാം രീതിയിലുള്ള വിട്ടുവീഴ്ച, ഇറാൻ ആകെ 3-4 കാര്യങ്ങളാണ് ആവശ്യപ്പെടുന്നത് 14 നിർദ്ദേശങ്ങളിൽ. അത് ഏകദേശ ധാരണയായതുമാണ്. ഇറാൻ നിർദ്ദേശിക്കുന്ന ഒരു പാതയിലൂടെ കപ്പലുകൾ അകത്തേക്കും പുറത്തേക്കും പോകണം, ഞങ്ങൾ ആക്രമിക്കില്ല, ടോൾ പിടിക്കില്ല, അത് 60 ദിവസത്തേക്ക് അങ്ങനെ ആയിരിക്കും. അത് ലംഘിക്കപ്പെട്ടു, ആ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടു. 2, ആ കരാറിലെ 14 വ്യവസ്ഥകളിൽ ആദ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ ഇസ്രയേൽ ലെബനീസ് കേന്ദ്രങ്ങൾക്ക് നേരെ, ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തരുത്. അത് അന്നേരം തന്നെ ലംഘിച്ചു. ഇസ്രയേൽ അത് അപ്പോൾ തന്നെ ലംഘിച്ചു കൊടുത്തു. അതുകൊണ്ട് ഇറാന് ഇതിൽ നിന്ന് പിന്നാക്കം പോകാതിരിക്കാനാവുമായിരുന്നില്ല. അപ്പോൾ ഹോർമൂസിലൂടെ കടന്നുപോയ സമാന്തര പാതയിലൂടെ ഒമാൻ തീരത്തുകൂടി കടന്നുപോയ കപ്പലുകളെ ആക്രമിച്ചു. മറ്റേ സംഘർഷം അവിടെ നിലനിൽക്കുന്നു. ഇറാന് നൽകുമെന്ന് പറഞ്ഞ മറ്റൊരു വ്യവസ്ഥയാണ്. ഇറാൻ നൽകുമെന്ന് പറഞ്ഞ നഷ്ടപരിഹാരം ഒന്നും നൽകിയില്ല. ഇറാൻ്റെ മരവിപ്പിക്കപ്പെട്ട അസറ്റുകൾ പൂർണ്ണമായി റിലീസ് ചെയ്യും എന്ന പ്രതീക്ഷയും അവർ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിൽ ഒരു നയാ പൈസ പോലും, $1 പോലും ഇറാന് നൽകിയില്ല.
അതുമാത്രമല്ല, ഇറാന് നേരെയുള്ള നാവിക ഉപരോധം ഇപ്പോഴും പൂർണ്ണ തോതിൽ തുടരുകയുമാണ്. അപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാനോ ഹോർമൂസ് പൂർണ്ണമായി തുറക്കാനോ തക്ക ഒരു സാഹചര്യം അമേരിക്ക ഉണ്ടാക്കിയിട്ടില്ല. അപ്പം ഇറാന് നേരെ നാവിക ഉപരോധം തുടരുന്ന സ്ഥിതിക്ക് എങ്ങനെയാണ് ഒമാനും ഇറാനും തമ്മിൽ ഒരു ധാരണയിലൂടെ തൽക്കാലം ഹോർമൂസ് അങ്ങ് തുറക്കാം? അപ്പോൾ ഇറാൻ കപ്പലുകൾ ഒഴിച്ച് ഇറാനിലേക്ക് വരുന്ന എണ്ണക്കപ്പലുകൾ, മറ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടെ എണ്ണക്കപ്പലുകൾക്ക് പോകാനാവില്ല. കാരണം അമേരിക്കൻ ഉപരോധം, ഇറാന് നേരെയുള്ള ഉപരോധം നിൽക്കുകയാണ്. എങ്കിൽ ഉണ്ട് അമേരിക്ക കൂടി ഇതിനകത്ത് വഴങ്ങിയെങ്കിലേ പറ്റൂ. ഇറാനും ഒമാനും തമ്മിൽ ഹോർമൂസ് തുറക്കുന്നതിനെക്കുറിച്ചൊരു കരാർ എത്തിച്ചേരുകയും അമേരിക്ക ഇറാന് നേരെ പ്രഖ്യാപിച്ച നാവിക ഉപരോധം പൂർണ്ണമായി പിൻവലിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഹോർമൂസിലൂടെ കപ്പലുകൾ കടന്നു പോകാനാവൂ. അതിലേക്ക് കടന്നു പോവുക മാത്രമല്ല പ്രധാനം, കപ്പലുകൾ കടന്നു വരണം. അവശ്യ വസ്തുക്കളുമായി ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലേക്ക് കപ്പലുകൾ എത്തണം. സൗദിയുടെയും UAEയുടെയും ഖത്തറിൻ്റെയും ബഹ്റിൻ്റെയും ഇറാഖിൻ്റെയും കുവൈറ്റിൻ്റെയും തുറമുഖങ്ങളിലേക്ക് അവശ്യ വസ്തുക്കൾ എത്തണം. നിർമ്മാണ സാമഗ്രികൾ എത്തണം. ഒരുപാട് യാത്രക്കാരെത്തണം. അത് ഫ്ലൈറ്റ് വഴിയൊക്കെയാണ് യാത്ര എന്നത് മറ്റൊരു കാര്യം. എങ്കിൽ പോലും അവിടെ സുഗമമാകണം. അതുകൊണ്ട് ഇറാന് എതിരെയുള്ള നാവിക ഉപരോധം ഉടനെ പിൻവലിക്കുക. ഇപ്പം ഈ പണം റിലീസ് ചെയ്യുന്നതിനെക്കുറിച്ചൊക്കെ കുറച്ച് സമയം എടുത്തേക്കാം. അതൊരു ധാരണയിലെത്തണം. ഗൾഫ് രാജ്യങ്ങൾ തടഞ്ഞു വയ്ക്കപ്പെട്ട ഇറാൻ്റെ ആസ്തികളുടെ ഒരു നല്ല പങ്ക് അമേരിക്കയിലൊന്നുമല്ല, ഗൾഫ് രാജ്യങ്ങളിലാണ്. അത് ഗൾഫ് രാജ്യങ്ങളും ഇറാനും തമ്മിലുള്ള ഇടപാടിലൂടെ, പരസ്പര ധാരണയിലൂടെ വേണമെങ്കിൽ വിട്ടുകൊടുക്കാൻ സാധിക്കും. പക്ഷേ അമേരിക്ക സേനകളെ അവിടെ നിന്നും പിൻവലിക്കേണ്ടി വരും. ഒരുപക്ഷെ അമേരിക്കൻ കരസേന, അമേരിക്കൻ താവളങ്ങൾ അവിടെ നിലനിൽക്കും, ഭാവിയിൽ നിലനിൽക്കും. പക്ഷേ അമേരിക്കൻ നാവിക ബിൽഡപ്പ് ഉണ്ടല്ലോ. ഒമാൻ ഉൾക്കടലിൽ പലയിടത്തായി പേർഷ്യൻ ഗൾഫിന് അഭിമുഖമായി പേർഷ്യൻ ഗൾഫിലേക്ക് പ്രവേശിക്കുന്ന കപ്പലുകളെ നിയന്ത്രിക്കുന്ന രീതിയിൽ, ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന രീതിയിൽ അമേരിക്കയുടെ നേവൽ ബിൽഡപ്പ്, വിമാനവാഹിനി കപ്പലുകൾ, മറ്റ് ഡിസ്ട്രോയേഴ്സ് എന്നുവേണ്ട അന്തർവാഹിനികൾ എന്നിവിടെ ഒരുപാട് രീതിയിലുള്ള നാവിക വിന്യാസം അമേരിക്കയുടേതുണ്ട് ആ ഭാഗത്ത്. അത് വളരെ വലിയ സമ്മർദ്ദമാണ് സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അമേരിക്കയുടെ ആയുധങ്ങളും ഭീതിതമായ രീതിയിൽ കുറഞ്ഞു വരുന്നു എന്ന യാഥാർത്ഥ്യം അമേരിക്ക ഫേസ് ചെയ്യുന്നു. അതേക്കുറിച്ച് ഞാൻ മറ്റൊരു എപ്പിസോഡിൽ സൂചിപ്പിച്ചു കൊള്ളാം. പക്ഷേ ഇവിടെ അമേരിക്കയ്ക്ക് തലയൂരാനുള്ള ഒന്നാന്തരം അവസരം ലഭിക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളെല്ലാം ചേർന്നൊരു ധാരണയിലെത്തി. ഒമാനും ഇറാനും ചേർന്ന് ഇനി അവ ചെയ്യട്ടെ. അവരല്ലേ ഈ സ്ട്രൈറ്റിന് അപ്പുറവും ഇപ്പുറവും നിൽക്കുന്നവർ. അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഞങ്ങൾക്ക് എന്താണ് ഇതിൽ കാര്യം, ഞങ്ങൾ മാറി നിൽക്കാം, അവിടെ സമാധാനം ഉണ്ടാകട്ടെ. ഇപ്പോൾ യഥാർത്ഥത്തിൽ സമാധാനം ഭഞ്ജിക്കാൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ നിലപാട് തന്നെയാണ്. ഒന്നാന്തരം ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. നല്ല ഒന്നാന്തരം ഈവൻലി പോയിസ്റ്റാണ്. അല്ലെങ്കിൽ സമാധാനത്തിനുള്ള സാധ്യത നന്നായി തുറന്നിരിക്കുകയാണ്. അമേരിക്ക ഒന്ന് മാറി നിന്നാൽ, അമേരിക്ക ഒന്ന് ന്യൂട്രലായി നിന്നാൽ ഗൾഫ് രാജ്യങ്ങൾ ചേർന്ന് മേഖലയിൽ സമാധാനം ഉണ്ടാക്കിക്കൊള്ളും. അതിനിടയിൽ ഡോഗ് ഇൻ ദ മേഞ്ചർ എന്ന രീതിയിൽ അമേരിക്ക ഇടപെട്ടാൽ, പ്രസ്താവനകളിലൂടെയോ സൈനിക വിന്യാസത്തിലൂടെയോ അതുമല്ല എങ്കിൽ ആക്രമണത്തിലൂടെയോ ഇടപെട്ടാൽ ഇപ്പോൾ എത്തിച്ചേരുന്ന ഒരു ഏകദേശ ധാരണകൾ അട്ടിമറിക്കപ്പെടും. പട്ടിപ്പുല്ല് തിന്നുകയുമില്ല, പശുവിനെ ഒട്ട് തീറ്റുകയുമില്ല എന്ന രീതിയിൽ അമേരിക്ക പ്രവർത്തിക്കുന്നത് അപലപനീയം. അമേരിക്ക പല കാര്യങ്ങളിലും ന്യായമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ ഇക്കാര്യത്തിൽ അമേരിക്കൻ നിലപാട് അപലപനീയമാണ്. യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഒന്നാന്തരം അവസരം ലഭിക്കുമ്പോൾ തങ്ങളും ഇറാനും തമ്മിലൊരു ഡീലിലൂടെ മാത്രമേ ആത്യന്തിക പരിഹാരമാവൂ എന്ന് പറയുന്നിടത്താണ് എൻ്റെ വിയോജിപ്പ്. പ്രശ്നം അവസാനിക്കണം. ഇറാൻ്റെ ആണവ പദ്ധതി, ഏതെങ്കിലും രീതിയിൽ ആണവായുധങ്ങൾ ഉണ്ടാക്കാൻ ഇറാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭീഷണി സൗദി ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾക്കും ഇസ്രയേലും ഒക്കെ തന്നെയാണ്. ഈ രാജ്യങ്ങൾ ചേർന്ന് ആ ഒരു കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കേണ്ടതുണ്ട്. തീർച്ചയായും അക്കാര്യത്തിൽ ചില ഉറപ്പുകൾ വേണം, ധാരണ വേണം. ഈ സൗദി അറേബ്യ ന്യൂക്ലിയർ ആകാൻ ശ്രമിക്കുന്നു, ഇസ്രായേൽ ഓൾറെഡി ന്യൂക്ലിയർ ആണ്, ഇറാൻ ന്യൂക്ലിയർ ആകുന്നു. എല്ലാം ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ന്യൂക്ലിയർ മത്സരമാകും. അത്രയൊന്നും പോകാതിരിക്കട്ടെ. ഇപ്പോഴത്തെ സ്റ്റേറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പരസ്പര ബഹുമാനത്തോടെ ഗൾഫ് രാജ്യങ്ങൾക്കും ഇറാനും ഇസ്രയേലിനും കോഎക്സിസ്റ്റ് ചെയ്യാൻ ഉള്ള അന്തരീക്ഷം ഉണ്ടാകണം. അതിന് അമേരിക്ക ഒരു വിലങ്ങ് തടിയായി പക്ഷം പിടിച്ചുകൊണ്ട് ഒരു വിലങ്ങ് തടിയായി നിൽക്കാതിരിക്കാമെങ്കിൽ അവരുടെ പാടായി. മധ്യപൗരസ്ത്യ പ്രദേശത്തെ ശക്തികൾ തീരുമാനിക്കട്ടെ. പല ആവർത്തി
ഞാൻ സൂചിപ്പിച്ചത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു. അമേരിക്ക ആ പ്രദേശത്തു നിന്നും തൽക്കാലമെങ്കിലും മാറി നിൽക്കണം. ഈ പ്രശ്നം അമേരിക്ക ഇടപെട്ട് പരിഹരിച്ച് ട്രംപിൻ്റെ തൊപ്പിയിൽ ഒരു പൊൻതൂവൽ കൂടി സമാധാനത്തിലെ നോബൽ സമ്മാനത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി കൂടി ആകുമെങ്കിൽ ഇല്ല, അമേരിക്കയ്ക്ക് ഇതിൽ ഒരു കാര്യവുമില്ല. ഇറാൻ്റെ ആണവായുധങ്ങൾ, ഇറാൻ്റെ വലിയ കടന്നുകയറ്റങ്ങൾ ഭാഗികമായെങ്കിലും ചെറുക്കാൻ, സൈനികമായിട്ടല്ല നയതന്ത്ര നീക്കത്തിലൂടെ ചെറുക്കാൻ സമഗ്രമായ ധാരണയിലൂടെ സൗദി നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ GCC നേതൃത്വം നൽകുന്ന ഒരു പ്രക്രിയയിലൂടെ സാധിക്കട്ടെ. അതിനാദ്യപടിയായി ഇറാനെ പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒമാനും ഇറാനും തമ്മിൽ ഒരു ധാരണയിലെത്തട്ടെ. പേർഷ്യൻ ഗൾഫ് ആദ്യം തുറക്കട്ടെ, ഹോർമൂസ് ആദ്യം തുറക്കട്ടെ. അതിനുശേഷം ഹൂതികൾ നിയന്ത്രിക്കുന്ന ബാബൽ ബന്ദേബ് തുറക്കാൻ അല്ലെങ്കിൽ സൗദിയെ ആക്രമിക്കാൻ നിർത്താൻ ഹൂതികൾക്ക് ഇറാൻ നിർദ്ദേശം നൽകട്ടെ. അല്ലെങ്കിൽ ഷിയ ഗ്രൂപ്പുകൾക്ക് ഇറാഖിൽ നിന്നും സൗദിയിലേക്ക് ഇനി മിസൈലുകൾ വായിക്കരുത് എന്ന് ഇറാൻ കർശന നിർദ്ദേശിച്ചു കൊടുക്കട്ടെ. ഹിസ്ബുള്ളയോട് നടങ്ങൂ എന്ന് പറയട്ടെ. ഇസ്രയേലും അതിനോട് റെസിപ്രോക്കേറ്റ് ചെയ്യണം. ഇങ്ങനെയൊക്കെ മാത്രമേ പ്രശ്നപരിഹാരം സാധ്യമാകൂ. അല്ലാതെ അമേരിക്ക ഉദ്ദേശിക്കുന്ന ടേംസിൽ ഡീൽ മര്യാദക്കൊപ്പിടൂ അല്ലെങ്കിൽ നിങ്ങൾ കീഴടങ്ങൂ എന്ന് പറഞ്ഞാൽ എങ്ങും അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല. പാകിസ്ഥാൻ ഇടപെട്ടത് കൊണ്ട് പോലും അവസാനിക്കുന്ന പ്രശ്നമല്ല എന്ന് സൂചിപ്പിക്കട്ടെ.